My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ലൈക്കോപോഡിയം എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന എപ്പിസോഡിലാണ് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മെയിൽ ആൻഡ് ഫീമെയിൽ സെക്ഷൽ ഓർഗൻസിനെ കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ഒക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില സിംറ്റംസ്, ചില നിരീക്ഷണങ്ങൾ കെൻ്റ് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം. മെയിൽ സെക്ഷൽ ഓർഗൻസ്, വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് റെമഡീസ് ഇൻ ഇമ്പോർട്ടൻസി. ഇമ്പോർട്ടൻസിക്കുള്ള വളരെ ശ്രദ്ധേയമായ വളരെ പ്രധാനപ്പെട്ട ഔഷധങ്ങളിലൊന്നാണ് ലൈക്കോപോഡിയം. ഇത് ഒരുപാട് മനുഷ്യർക്ക്, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപാട് പേർക്ക് ഉള്ളൊരു വിഷയമാണ്. പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ ഈ സെക്ഷുവാലിറ്റി ഒരു ടാബു ആയിട്ടുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ പലരും ഇത് ഡോക്ടർമാരോട് തന്നെ തുറന്നു പറയാൻ മടിക്കും. പലപ്പോഴും ഇത് പറയുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളോടോ മറ്റൊക്കെ ആയിരിക്കാം. പാർട്ട്നേഴ്സിനോട് പോലും പറയാത്തവരുണ്ട്. എന്നിട്ട് ഇത് ചെല്ലുന്നത് പലപ്പോഴും വ്യാജ വൈദ്യന്മാരുടെ അടുത്തായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ജേർണലിസം ചെയ്യുന്ന സമയത്ത് 90s ഈ വ്യാജ ഡോക്ടർമാരെ കുറിച്ചൊരു ഫീച്ചർ ചെയ്യാൻ വേണ്ടി മധ്യ കേരളത്തിലൊരു പ്രധാന പട്ടണത്തിൽ ഇങ്ങനെ പോയി. അവിടെ ഇങ്ങനെ അറിയപ്പെടുന്നൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 200-ലധികം പേര് നീണ്ട നിരയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടറുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നുമില്ല. ഏത് സിസ്റ്റമാണെന്ന് ചോദിച്ചിട്ട് പോലും കൃത്യമായിട്ട് പറയാനില്ല. ആയുർവേദം, യുനാനി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊന്നും കൃത്യമായിട്ട് ഒന്നെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ യുനാനി അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ആൾക്ക് അതിനെക്കുറിച്ചൊന്നും ബോധേടല്ല. ആളുകൾക്ക് കേട്ടറിയുമ്പോൾ പരസ്യങ്ങളുണ്ട്, ധാരാളം പരസ്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ അത് അസൽ ഐഡൻറ്റിഫൈ ചെയ്ത് പോയത്. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ പേഷ്യൻസ് തന്നെ അവർക്കൊരു ആശ്രയ കേന്ദ്രമാണ്, എന്തിനും നിങ്ങൾ തടസ്സപ്പെടുന്നു എന്ന തരത്തിൽ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പൊതുവെ ഈ ഇമ്പോർട്ടൻസി, ഫ്രിജിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് പലരും പോകുന്നത്. ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകൾ, സെക്സോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ അതൊക്കെ പോകുന്നുണ്ട്. എങ്കിൽ പോലും പുറമേക്ക് വരുന്നതിൻ്റെ പല മടങ്ങ് ആളുകൾ ഈ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഡോക്ടർമാർക്ക് വളരെ എഫക്റ്റീവായിട്ട്, വളരെ എഫിഷ്യൻ്റായിട്ട് അവരുടെ സർവീസ് കൊടുക്കാവുന്ന ഒരു രംഗമാണത്. ലൈക്കോപോഡിയം പോലെ പല ഔഷധങ്ങളും അങ്ങനെ ഉണ്ട്. പേഴ്സൺസ് ഓഫ് ഫീബിൾ വൈറ്റാലിറ്റി, ഓവർ റോഡ് പേഴ്സൺസ്, ഓവർ ടയേർഡ് പേഴ്സൺസ് വിത്ത് ഫീബിൾ ജെനിറ്റൽ ഓർഗൻസ് സെൽഡം നീഡ് ഫോസ്ഫറസ് ബട്ട് ലൈക്കോപോഡിയം. അപ്പോൾ നമ്മൾ നേരത്തെ വിതേർഡ് നേച്ചർ ലൈക്കോപോഡിയത്തെക്കുറിച്ച് തുടക്കത്തിലേ പറഞ്ഞു. ഏതാണ്ട് അതിനോട് സമാനമായിട്ടുള്ള ഒരവസ്ഥയാണ് പറയുന്നത്. അവസ്ഥ പറയുന്നത് എങ്ങനെ? ഫോസ്ഫറസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെ? ഫീബിൾ വൈറ്റാലിറ്റി, ജീവചൈതന്യം വളരെ നേർത്ത് ശോഷിച്ച അവസ്ഥ. ഓവർ റോഡ് പേഴ്സൺസ്, അല്ലാതെ അധ്വാനിച്ചും പലതരത്തിൽ ആ ഒരു വൈറ്റാലിറ്റിയെ ദുർവ്യയം ചെയ്തും ക്ഷീണിതരായ പേഷ്യൻസ്. ഓവർ ടയർഡ് പേഴ്സൺസ്, വല്ലാതെ അധ്വാനിച്ചും അത് തലച്ചോറ് കൊണ്ടോ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ സെക്ഷൽ എക്സസൈസ് കൊണ്ടോ ഓവർ ടയർഡായിട്ടുള്ള പേഷ്യൻസ്. വിത്ത് ഫീബിൾ ജെനിറ്റൽ ഓർഗൻസ് വളരെ ദുർബലമായിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ളവരെങ്ങനെയാണ്? സെൽഡം നീഡ് ഫോസ്ഫറസ്, അവർക്ക് ചുരുങ്ങിയ തോതിൽ മാത്രമേ ഫോസ്ഫറസ് ഇൻഡിക്കേറ്റ് ചെയ്യുള്ളൂ. ഇത്തരം അവസ്ഥ ഫോസ്ഫറസിലുണ്ട്, പക്ഷേ എല്ലായ്പ്പോഴും ഫോസ്ഫറസുള്ള വരുന്നത്. പക്ഷേ ഫോസ്ഫറസിനേക്കാൾ കൂടുതൽ ലൈക്കോപോഡിയമാണ് വരുന്നത്. അല്ലാതെ ഇത് രണ്ടും അല്ലാതെയുള്ള മരുന്നുകൾ വരാം. ഇറ്റ് ഈസ് എ ടിപ്പിക്കൽ റെമഡി where the young man has abused himself by secret vices and has become tired out of his spine, brain and genital organs. അപ്പോൾ ലൈക്കോപോഡിയം വളരെ ടിപ്പിക്കലാകുന്ന ഒരു കണ്ടീഷൻ പറയുകയാണ്. അത്
പുരുഷന്മാരിലാണ് പറയുന്നത്. എങ്ങനെ ചെറിയ പ്രായത്തിൽ, യൗവനപ്രായത്തിൽ എങ്ങനെയാണ് സീക്രട്ട് വൈസസ്, രഹസ്യമായിട്ട് അബ്യൂസസ് ചെയ്തിട്ട്, അതായത് മാസ്റ്റർബേഷനാണ് ഇവിടെ കെൻറ്റ് ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. സീക്രട്ട് വൈസസ് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ അടുത്തോ മറ്റുമൊക്കെ പോയി അൺനാച്ചുറലായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട് ആ ഒരു നല്ല പ്രായത്തിൽ, ആ യൂത്ത്ഫുൾ പ്രായത്തിൽ ഒരു മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ആ സെക്ഷൽ എനർജിയെ ദുർവ്യയം ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, അയാൾ മുതിർന്ന അവസ്ഥയിൽ വരുമ്പോഴാണ് അയാൾക്ക് പ്രശ്നം വരുന്നത്. അപ്പം അങ്ങനെ സീക്രട്ട് വൈസസ് കൊണ്ട് അബ്യൂസ് ചെയ്ത് അയാളുടെ സ്പൈനും ബ്രെയിനും ജെനിറ്റൽ ഓർഗൻസും ഒക്കെ ടയേർഡാവുന്നു, ക്ഷീണിതമാകുന്നു, എക്സസ് ഉണ്ട്. If this patient makes up his mind that he will live a somewhat decent life and marries, he finds that he is impotent sexually, that he is not able to obtain erections, or that the erections are too feeble or too short, and that he is not a man. അപ്പോൾ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ, യൗവനത്തിൻ്റെ ആരംഭത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഓവർ ക്യൂരിയോസിറ്റി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രായത്തിൽ ഒരു നിയന്ത്രണമില്ലാതെ ഇതിലൊക്കെ ഏർപ്പെട്ടിട്ട് അത് അവസാനം അങ്ങേയറ്റം ക്ഷീണിതനായ ഒരാൾ കുറച്ച് കഴിയുമ്പോൾ ഇനി നന്നായി കളയാം എന്ന് വിചാരിച്ച് ഇതൊക്കെ നിർത്തി അയാൾ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കുമ്പോൾ സെക്ഷൽ ഡിസിപ്ലിൻ വേണ്ടി വരും. ആ ഡിസിപ്ലിനിലേക്ക് വരുമ്പോൾ അയാൾക്ക് അയാളുടെ എബിലിറ്റി നഷ്ടപ്പെട്ടതായിട്ട് അയാൾ കണ്ടെത്തും. എങ്ങനെയൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇറക്ഷൻസ് വളരെ ഫീബിള്, ഇറക്ഷൻസ് ഷോർട്ട്, ടോട്ടൽ ഇമ്പോർട്ടൻസി ആകാം, ഷോർട്ടാകാം, ഇൻസഫിഷ്യൻ്റ് ആകാം, അങ്ങനെയുള്ള അവസ്ഥ വരുന്നു. ദാറ്റ് ഹീ ഈസ് നോട്ട് എ മാൻ. അയാൾക്കൊരു പുരുഷൻ്റെ ലൈംഗിക ധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അത് ലൈക്കോപോഡിയത്തിൻ്റെ ടിപ്പിക്കലാണ്. Lycopodium has inflammation of the mucous membrane of the urethra with a gonorrheal discharge. It is antipsychotic and has troublesome figwards upon the male and female genitals. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലുണ്ട്, യുറേത്രയിലെ മ്യൂക്കസ് മെംബ്രെയിനിൽ ഇൻഫ്ലമേഷൻ വരുന്നു, ഗൊണോറയിൽ ഡിസ്ചാർജസ് വരുന്നു. കാരണം ഇതൊരു ആൻറ്റിസൈക്കോട്ടിക്കാണ്. ട്രബിൾസം ഫിഗ്വാർഡ്സ് അപ്പോൺ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ജെൻറ്റൽസ്, ജെൻറ്റൽസിന് മേൽ ചുവന്ന വലിയ അരിമ്പാറകൾ മാതിരി ഫിഗ്വാർഡ്സ്, കോണ്ടിലോമാറ്റ എന്നൊക്കെ പറയുന്ന പേരുകൾ അറിയപ്പെടുന്ന സാധനങ്ങൾ അത് വരുന്നു. മോയിസ്റ്റ് കോണ്ടിലോമാറ്റ ഓൺ ദ പീനിസ്, എൻലാർജ്മെൻറ്റ് ഓഫ് ദ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇനി ഇതൊരു കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നതാണ്. പുരുഷന്മാരിൽ പീനിസിൽ മോയിസ്റ്റായിട്ടുള്ള ഈർപ്പമുള്ള കോണ്ടിലോമാറ്റ കരിമ്പാറകൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻറ്റ്, ഇങ്ങനെ വരുന്നു. ഇനി സ്ത്രീകളിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് വുമൺ ഇൻ ഇൻഫ്ലമേഷൻ ആൻഡ് ന്യൂറാൾജിയ ഓഫ് ഓവറീസ് ആൻഡ് ഇൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ യൂട്രസ്. അപ്പോൾ സ്ത്രീകളുടെ ഓവറീസിലും യൂട്രസിലും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ്റെ കാര്യത്തിൽ, ഓവറീസിൻ്റെ ന്യൂറാൾജിയയുടെ കാര്യത്തിൽ ലൈക്കോപോഡിയം വളരെയധികം ഉപകാരപ്രദമാണ്. ദ ന്യൂറാൾജിയ എസ്പെഷ്യലി എഫക്ട്സ് ദ റൈറ്റ് ഓവറി വിത്ത് എ ടെൻഡൻസി ടു ദ ലെഫ്റ്റ്. അപ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ നേച്ചറാണ് റൈറ്റ് ടു ലെഫ്റ്റ്. അത് ഓവറുടെ കാര്യത്തിലുണ്ട്, ന്യൂറാൾജിയുടെ കാര്യത്തിൽ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓവറീസ് വെൻ ദ റൈറ്റ് ഈസ് മോർ എഫക്റ്റഡ് ദാൻ ദ ലെഫ്റ്റ്. ഓവറീസിൻ്റെ ഇൻഫ്ലമേഷനിൽ വലതുവശമാണ് ഇടതുവശത്തേക്കാൾ കൂടുതൽ എഫക്റ്റഡ് ആകുന്നത്. ഇറ്റ് ഹാസ് ക്യൂർഡ് സിസ്റ്റിക് ട്യൂമേഴ്സ് ഓഫ് ദ റൈറ്റ് ഓവറി. വലത് അണ്ടാശയത്തിലുള്ള സിസ്റ്റിക് ട്യൂമേഴ്സിന് ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ലൈക്കോപോഡിയം പ്രൊഡ്യൂസസ് ആൻഡ് ക്യൂവേഴ്സ് ഡ്രൈനസ് ഇൻ ദ വജീന ഇൻ വിച്ച് കോയിഷൻ ബിക്കംസ് വെരി പെയിൻഫുൾ. അപ്പോൾ നേരത്തെ പുരുഷന്മാരിൽ ഉള്ള സെക്ഷൽ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു.
ഇമ്പോർട്ടൻസിയോ ഇൻഫെക്ഷൻ എറക്ഷൻസോ പറഞ്ഞു. അതുപോലെ സ്ത്രീകളെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് വജൈനൽ ഡ്രൈനസ്. ഇതും വളരെ ഗോപ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പറയില്ല, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചികിത്സകളൊക്കെ ചെയ്യും, അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകും. ഇത്തരം കേസ് എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ ഈ ഹോമിയോപ്പതിക്കൽ വായനയൊക്കെ തുടങ്ങിയ സമയത്ത് എന്നേക്കാൾ 1-2 വയസ്സ് പ്രായം മൂത്തൊരു ചെറുപ്പക്കാരൻ, ഒരു പ്രണയ വിവാഹമായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ 21 വയസ്സ് മറ്റൊക്കെയുള്ള വിവാഹം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ വളരെ ദുഃഖത്തോടുകൂടി, അപ്പോൾ ഞാൻ ഈ ഹോമിയോപ്പതിയെക്കുറിച്ചൊക്കെ കൂട്ടുകാരുടെ ഇടയിൽ സംസാരിക്കും. സാധാരണ അലോപ്പതി ചികിത്സ കൊണ്ട് മാറാത്ത അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, ഇത് മഹത്തായ ചികിത്സാ രീതിയാണെന്നൊക്കെ ഞാൻ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഹോമിയോപ്പതിയുടെ ഒരു പ്രചാരണത്തിന് വേണ്ടി പറയാറുണ്ട്. എന്നെ കേട്ടപ്പോൾ എന്നോട് വളരെ രഹസ്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞതാണ്, ഇതൊരു പ്രശ്നമുണ്ട്. ഒരു സുദീർഘമായൊരു പ്രണയത്തിൻ്റെ അവസാനം ഇവർ വിവാഹം കഴിച്ചതാണ്. ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ട് അതിനൊക്കെ മറികടന്ന് വിവാഹം കഴിച്ചതാണ്. പക്ഷേ ഈ വജൈനൽ ഡ്രൈനസ് വളരെ പെയിൻഫുൾ കൊയഷൻ, എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഡോക്ടർ ജിൻബാബുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ബാബുചേട്ടനപ്പോൾ ഒന്ന് കേസ് എടുക്കാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് കുറേ സമയമില്ലായിരുന്നു. അതുകൊണ്ട് വെറുതെ ഒരു ബയോകെമിക്ക കൊടുത്തു. ലൈക്കപ്പൊടിയൊന്നുമില്ല, ഒരു ബയോകെമിക്ക്. ആ ബയോകെമിക്കിൻ്റെ പേര് ഞാൻ പറയാം, കൽക്കേറിയ ഫ്ലൂർ. എന്നോട് പറഞ്ഞിരുന്നു CF ആണ് കൊടുക്കുന്നത്, കൽക്കേറിയ ഫ്ലൂർ 6X 2 ആഴ്ചത്തേക്ക് കഴിക്കാൻ കൊടുത്തു. അതുകൊണ്ട് വജൈനൽ ഡ്രൈനസ് മാറിപ്പോയി. മാത്രമല്ല ആ സ്ത്രീക്ക് ബ്രസ്റ്റിൽ നൊഡ്യൂൾസ് ഉണ്ടായിരുന്നു, അത് ആ പ്രശ്നങ്ങളും കൂടി ഉണ്ടായിരുന്നു. അതിന് സർജറി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരു 3 മാസം ഈ CF 6X കഴിച്ചതോടുകൂടി വജൈനൽ ഡ്രൈനസ് ഫസ്റ്റ് വീക്കിൽ തന്നെ മാറിപ്പോയി. ഈ ബ്രസ്റ്റിലുള്ള നൊഡ്യൂൾസ്, കല്ലിപ്പുകൾ, അതും പോയി. അത് കേസെടുക്കാൻ സമയം കിട്ടായിരുന്നതുകൊണ്ടാണ് ബയോകെമിക്സ് കൊടുത്തത് ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ വളരെ എളുപ്പത്തിൽ സുഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇവിടെ വജൈനൽ ഡ്രൈനസ് ലൈക്കപ്പൊടിയത്തിലുണ്ട്. ഇത് പലപ്പോഴും ഞാൻ പറയുന്ന വാക്ക് അത് ശരിയാണെന്നറിയില്ല, ഒരു ഹോമിയോപ്പതി ഡോക്ടർമാരൊരു ചാകരയാണ്. ആ ചാകരയെന്ന് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ പ്രാക്ടീസിൽ ഒരുപാട് സാധ്യതയുള്ള രംഗമാണ്. സ്ത്രീകളായ വനിതാ ഡോക്ടർമാരോട് പറയും മെൻസ്ട്രൽ പ്രശ്നങ്ങൾ. ഒരുപാട് പേര്, എനിക്കറിയാവുന്ന പലരും അറിയാം. അവരുടെ പ്രാക്ടീസിന് നല്ലൊരു പങ്കും ഇതേപോലുള്ള മെൻസ്ട്രൽ പ്രശ്നങ്ങളും ഇതേപോലെ വജൈനൽ ഡ്രൈനസ്, ബ്രസ്റ്റ് നൊഡ്യൂൾസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതിന് സ്യൂട്ടബിളായിട്ടുള്ള റെമഡീസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പേരെടുക്കാനും സ്വാഭാവികമായും നല്ല വരുമാനം ഉണ്ടാക്കാനും പറ്റും. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ചാകര എന്ന വിധത്തിൽ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ലൈക്കപ്പൊടിയത്തിൽ ഇതിന് വളരെയധികം ഉപയോഗമുണ്ട്. സ്ത്രീകളുടെ സുഹൃത്തെന്നാണ് ലൈക്കപ്പൊടിയത്തെക്കുറിച്ച് പറയുന്നത്. ബേണിംഗ് ഇൻ ദ വജൈന ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ കൊയിഷൻ, സെക്ഷൽ ഇൻ്റർകോഴ്സിന് സമയത്തും അതിനുശേഷവും ബേണിംഗ് സെൻസേഷൻ. അത് ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ മ്യൂക്കസ് മെംബ്രെയിനിൻ്റെ ഇൻഫ്ലമേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഡ്രൈനസും ബേണിങ്ങും. ആബ്സെൻസ് ഓർ സപ്രഷൻ ഓഫ് മെൻസസ് ഫോർ മെനി മന്ത്സ്, മാസങ്ങളോളം മെൻസസ് ഇല്ലാതെ വരുന്നു, സപ്രസ്ഡ് കണ്ടീഷൻ വരുന്നു. ദ പേഷ്യൻ്റ് ബീയിങ് വിതേർഡ്, ഡിക്ലൈനിങ്, പെയിൽ ആൻഡ് സാലോ, ബിക്കമിങ് ഫീബിൾ. അപ്പോൾ വളരെ വിതേർഡായിട്ടുള്ള, ലൈക്കപ്പൊടി ഒരു വിതേർഡ് പേഷ്യൻ്റാണ് നേരത്തെ പറഞ്ഞു. അപ്പോൾ വിതേർഡായിട്ടുള്ള, വളരെ പെയിലായിട്ടുള്ള, ഡിക്ലൈനിങ് ആയിട്ടുള്ള, ജീവശക്തി ഇങ്ങനെ ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന, ഫീബിളായിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതിയിൽ അല്ലെങ്കിൽ സ്ത്രീയിൽ മെൻസസിൻ്റെ ആബ്സെൻസോ സപ്രഷനോ മാസങ്ങളോളം വരാം. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് നോട്ട് ദ വൈറ്റാലിറ്റി ടു മെൻസ്ട്രേറ്റ്. കണ്ടോ, മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്വസനം പോലെ വളരെ സ്വാഭാവികമായിട്ട് ഇൻവോളണ്ടറി ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനും ഒരു വൈറ്റാലിറ്റി വേണമല്ലോ. മെൻസ്ട്രേറ്റ് ചെയ്യാൻ പോലും വൈറ്റാലിറ്റി ഇല്ലാത്തൊരു സ്ത്രീ, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം.
ഒരു ലൈക്കോപോഡിയം പേഷ്യൻറ്റിൻ്റെ ഒരു ചിത്രമാണത്. മെൻസ്ട്രേറ്റ് ചെയ്യാൻ പോലും വൈറ്റാലിറ്റി ഇല്ലാത്തൊരു സ്ത്രീ. It is also suitable in girls at puberty when the time for the first menstrual flow to appear has come, but it does not come. അപ്പോൾ ഫസ്റ്റ് മെൻസ്ട്രേഷൻ വരാനുള്ള സമയം കഴിഞ്ഞു. She goes on to 15, 16, 17 or 18 without development. 15 വയസ്സായി, 16 വയസ്സായി, 17, 18 എന്നിട്ട് പോലും മെൻസ്ട്രേഷൻ ആരംഭിക്കുന്നില്ല. മെൻസ്ട്രേഷൻ മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള ഡെവലപ്മെൻറ്റ്സ്, മാമറി ഗ്ലാൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, ബ്രസ്റ്റിൻ്റെ എൻലാർജ്മെൻറ്റ്, ഇതൊന്നും സംഭവിക്കുന്നില്ല. ദ ഓവറീസ് ഡു നോട്ട് പെർഫോം ദിയർ ഫങ്ഷൻ. വെൻ ദ സിംറ്റംസ് എഗ്രി, ലൈക്കോപോഡിയ എസ്റ്റാബ്ലിഷ് എ റിയാക്ഷൻ. ലൈക്കോപോഡിയത്തിൻ്റെ സിംറ്റംസ്, ജനറൽ കണ്ടീഷൻസ്, ഈ പറയുന്ന വിതേർഡ് കണ്ടീഷൻ, ഫീബിൾ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ലൈക്കോപോഡിയം ഒരു വൈറ്റൽ റിയാക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. Breasts begin to grow, the womanly bearing begins to come, and the child becomes a woman. അങ്ങനെ ഒരു ഗൈനിക് ഡെവലപ്മെൻ്റ് ഉണ്ടായി. ആ കുട്ടി, പെൺകുട്ടി ഒരു സ്ത്രീയായി ഡെവലപ്പ് ചെയ്തു വരും. നിരവധി ഔഷധങ്ങളിൽ ഈ ഒരു പവറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ചേർന്ന് വരുന്ന ഔഷധം എന്താണോ അത് ഒരു ഡെവലപ്പ് ചെയ്യാത്ത ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ ഡെവലപ്പ് ചെയ്യും. മറ്റൊരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ജേർണലിസം കാലത്ത് തന്നെയാണ് എൻ്റെ ഒരു കൊളീഗ്. ആ കുട്ടിക്ക് അന്ന് 22 വയസ്സുണ്ട്. ഓഫീസിൽ വന്നിരിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഈ കസേരയിൽ കാല് കയറ്റി ഇങ്ങനെ വയറമർത്തി ഇരിക്കുന്നൊരു കാഴ്ച കണ്ടാണ് ഞാനത് ചോദിച്ചത്. ഇത്തരം കാര്യങ്ങൾ പൊതുവെ തുറന്നു പറയില്ല. നമ്മൾ വളരെ കോൺഫിഡൻഷ്യലായിട്ട് നമ്മളുടെ വിശ്വാസം തോന്നിയാലേ പറയുള്ളൂ. അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മെൻസ്ട്രൽ കോളിക്കാണ് പ്രശ്നം. ഈ കുട്ടി കാണാനൊക്കെ വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി, ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജേർണലിസം PG ഡിപ്ലോമയും കഴിഞ്ഞ് ഇവിടെ ട്രെയിനിങ് ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് ഈ പ്രശ്നമുണ്ട്. ഈ സമയത്തൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഈ കാല് ചെയറിലോ ഡെസ്കിലോ കയറ്റി ബെഞ്ചിലോ കയറ്റി ഇങ്ങനെ വയറമർത്തിയിരിക്കും. റിലീഫുണ്ട്. അപ്പോൾ ഞാൻ ബാബുശ്ശേരിയോട് പറഞ്ഞു, ബാബുശ്ശേരിയുടെ കേസ് എടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കൊളീഗിനുമായിട്ട് ഞാനവിടെ പോയി കേസെടുത്തു. നാട്രമ്യൂറായിരുന്നു ഇൻഡിക്കേറ്റ് ചെയ്തത്. നാട്രമ്യൂർ കൊടുത്തു. പിറ്റേ മാസം മുതൽ ഈ മെൻസ്ട്രൽ കോളിക്ക് ഇല്ലാതെയായി. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പ്രശ്നം വെച്ചാൽ കാണാനൊക്കെ വളരെ സുന്ദരി, പക്ഷേ ഒരു ഗൈനിക് ഡെവലപ്മെൻ്റ് ഇല്ല. ബ്രസ്റ്റ് തീരെ ഡെവലപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ഗേൾ ബിക്കംസ് എ വുമൺ എന്ന് പറഞ്ഞില്ല, അതേപോലെ ഗൈനിക് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായി. മെൻസ്ട്രേഷൻ കറക്റ്റായി. ഡിസ്ചാർജൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. കോളിക്ക് മാറി. വളരെ ഭംഗിയായി പോയി. ഇപ്പോൾ നല്ലൊരു വീട്ടമ്മയായി ആ കുട്ടി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലൈക്കോപോഡിയം ഇത് നാട്രമ്യൂർ കേസായിരുന്നു. സെപ്റ്റിയയിൽ എങ്ങനെ സംഭവിച്ചായിട്ട് എനിക്കറിയാം. അതേപോലെ പല ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഏത് ഔഷധമാണോ ആ പേഷ്യൻ്റ് കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻഡിക്കേറ്റർ എന്ന് കണ്ടെത്തി അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗൈനിക് ഡെവലപ്മെൻറ്റ് പ്രോപ്പറാകുകയും അവർ ഒരു പൂർണ്ണ വളർച്ചയും പൂർണ്ണ വികാസവും എത്തിയ ഒരു സ്ത്രീയായി മാറുകയും ചെയ്യും. ഇറ്റ് ഹാസ് എ വണ്ടർഫുൾ പവർ ഫോർ ഡെവലപ്പിംഗ് ആൻഡ് ഇൻ ദാറ്റ് റെസ്പെക്ട് ഇറ്റ്സ് വെരി മച്ച് ലൈക്ക് കാൽക്കേറിയ ഫോസ്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുക, ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു അത്ഭുതകരമായൊരു ശക്തി ലൈക്കോപോഡിയത്തിനുണ്ടെന്നാണ് എൻ്റെ പറയുന്നത്. ആ ഒരു കാര്യത്തിൽ അത് കാൽക്കേറിയ ഫോഴ്സിനോട് സമാനമാണ്. അപ്പോൾ അത്ഭുതകരമായ ഡെവലപ്മെൻറ്റ് വ്യക്തികൾ ഉണ്ടാക്കാൻ ലൈക്കോപോഡിയത്തിന് അത്ഭുതകരമുണ്ട്. ആ ഒരു കാര്യത്തിൽ ലൈക്കോപോഡിയം കാൽക്കേറിയ ഫോഴ്സിനോട് സമാനവുമാണ്. അപ്പോൾ 2 മരുന്നുകൾ നിങ്ങൾക്ക് കിട്ടി. ഇനി മറ്റൊന്ന് ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതാണ്, ഡിസ്ചാർജ് ഓഫ് ഫ്ലാറ്റസ് ഫ്രം ദ വജൈന. അപ്പോൾ വല്ലാതെ ഗ്യാസ് ഫോർമേഷനുള്ളൊരു ഔഷധമാണിത്. വയറെല്ലാം നേരത്തെ പറയാം, ചെണ്ട പോലെ വയറ്. ഇപ്പോൾ വജൈനിൽ നിന്ന് പോലും ഫ്ലാറ്റസ് ഉണ്ട് ലൈക്കോപോഡിയം. വെറൈസസ് ഓഫ് ദ ജെനിറ്റൽസിൽ വെയിൻസ് റിലാക്സ്ഡ് ആവുകയോ എൻലാർജ് ചെയ്യുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്. ഇനി ഓൾഡ് ഏജിലുള്ള
ലൈക്കോപോഡിയത്തിൻ്റെ പ്രയോഗത്തെക്കുറിച്ചാണ് അവസാനമായി തൻ്റെ ലെക്ചറിൽ കെൻറ്റ് പറയുന്നത്. ഇറ്റ് ഈസ് എസ്പെഷ്യലി സ്യൂട്ടബിൾ ഇൻ ഓൾഡ് ഏജ് ആൻഡ് ഇൻ പ്രിമച്ചർ ഓൾഡ് ഏജ്. പ്രിമച്ചർ ഓൾഡ്നെസ്സിൽ പല ഔഷധങ്ങളുണ്ട്. പ്രിമച്ചർ ഓൾഡ്നെസ്സിൽ ഒരു വൃദ്ധനെപ്പോലിരിക്കുന്ന കുട്ടി എന്ന് കെൻറ്ററിവേഷനെ കുറിച്ച് പറയുന്നുണ്ട് മറ്റൊരു ഔഷധത്തിൽ. അതുപോലെ പല ഔഷധങ്ങളിലും ഈ പ്രിമച്ചർ ഓൾഡ്നെസ് വരുന്നുണ്ട്. ഈ വളരെ ഡെവലപ്മെൻറ്റിൽ വളരെയധികം ഉപകരിക്കുന്ന ഒരു ഔഷധമാണ് ലൈക്കോപോഡിയം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിമച്ചർ ഓൾഡ്നെസ്സിലും സ്വാഭാവികമായിട്ടും അത് വരും, അതിൻ്റെ ഒരു ആക്ഷൻ വരും. എ പേഴ്സൺ അറ്റ് 60 years അപ്പിയർ ടു ബി 80 years. 60 വയസ്സുള്ള ഒരാൾ 80 വയസ്സുള്ള ആളെ പോലെ തോന്നിപ്പിക്കും. ബ്രോക്കൺ ഡൗൺ, ഫീബിൾ ആൻഡ് ടയേർഡ്, ആകെ തളർന്ന്. ഈ വിതേഡിൻ്റെ തന്നെ മറ്റ് ഭാഗങ്ങൾ ലൈക്കോപോഡിയം ഈസ് എ വിതേഡ് പേഷ്യൻസ്, ഫീബിൾ ആൻഡ് ടയേർഡ്. ഇറ്റ് ഈസ് എമിനൻ്റ്ലി സ്യൂട്ടഡ് ഇൻ കംപ്ലൈൻറ്റ്സ് ഓഫ് വീക്ക്ലി കോൺസ്റ്റിറ്റ്യൂഷൻസ്. ലൈക്കോപോഡിയം പൊതുവെ ക്ഷീണിച്ച വീക്ക്ലി ആയിട്ടുള്ള വിതേഡായിട്ടുള്ള അമീഷിയേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ലൈക്കോപോഡിയം സ്യൂട്ടബിൾ ആകുന്നത്. അപ്പോൾ ലൈക്കോപോഡിയം പേഷ്യനെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ഈ സ്യൂട്ടബിൾ ഇൻ വേരിയസ് ഡ്രോപ്സീസ് അസോസിയേറ്റ് വിത്ത് ലിവർ ആൻഡ് ഹാർട്ട് അഫക്ഷൻസ്. അപ്പോൾ കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരം ഈ നീർക്കെട്ടുകൾ, തടിച്ചു ചേർത്ത അവസ്ഥകൾ ഇതിൽ ലൈക്കോപോഡിയം അതിൽ വളരെ സ്യൂട്ടബിളാണ്. Scabs remain upon the skin, do not separate. The crust over the crust does not fall. അപ്പോൾ തൊലിയുടെ മുകളിൽ സ്കാബ്സ് ഉണ്ട്, അത് സെപ്പറേറ്റ് ചെയ്ത് അടർന്നു പോകുന്നില്ല. ക്രസ്റ്റിൻ്റെ മീതെ ക്രസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സൾഫർ, ഗ്രാഫൈറ്റീസ് ആൻഡ് കൽക്കരിയ ആർ നോട്ട് ലോങ്ങർ ആക്ടിങ് ഓർ ഡീപ്പർ ആക്ടിങ് ദാൻ ലൈക്കോപോഡിയം. മറ്റു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, സൾഫറോ ആൻറ്റിസോറിക്സിൻ്റെ രാജാവെന്ന് പറയുന്ന സൾഫറോ ഗ്രാഫൈറ്റീസോ കൽക്കരിയോ ഒന്നും ലൈക്കോപോഡിയത്തേക്കാൾ കൂടുതൽ ആഴത്തിലോ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു ആക്ഷനുള്ള സാധനങ്ങളല്ല. അത്രയ്ക്ക് പ്രധാനപ്പെട്ടൊരു ഔഷധമാണ് ലൈക്കോപോഡിയം. ദീസ് സബ്സ്റ്റൻസ് ദാറ്റ് സീംസ് ടു ബി സോ ഇനേർട്ട് ഇൻ ദെയർ ക്രൂഡ് ഫോം കംസ് ഔട്ട് സ്ട്രോങ്ങസ്റ്റ് വെൻ പൊട്ടൻസൈസ്ഡ് ആൻഡ് ഫോം മെഡിസിൻസ് ഓഫ് വണ്ടർഫുൾ യൂസ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ലൈക്കോപോഡിയം നമ്മൾ കണ്ടു എത്ര ഇന്നർട്ടായിട്ടുള്ള സാധനമാണ്. സൾഫറിന് പിന്നെയും മെഡിസിൻസ് യൂസസ് ഉണ്ട്. സൾഫർ ഓയിൻമെൻറ്റുകളും സൾഫർ ഫ്യൂമിങ്സും ഒക്കെ പണ്ട് കാലം മുതലുണ്ട്. ഗ്രാഫൈറ്റീസും കൽക്കരിയും എന്തുപയോഗം. ഇങ്ങനെ ഇനർട്ടായിട്ടുള്ള സാധനങ്ങളെപ്പോലും പൊട്ടൻസൈസേഷനിലൂടെ വളരെ വണ്ടർഫുൾ റെമഡീസായിട്ട് മാറ്റാൻ പറ്റും. അത് ഹോമിയോപ്പതിയുടെ മഹത്വമാണ്. നമ്മുടെ മഹാനായ ഗുരു ഡോക്ടർ സാമുവൽ ഹനിമാനുള്ള മഹത്വത്തിൻ്റെ മകുടങ്ങളാണ് ലൈക്കോപോഡിയം, സൾഫർ, കൽക്കേറിയ, ഗ്രാഫൈറ്റിസ് പോലുള്ള ഔഷധങ്ങൾ. അപ്പോൾ ഈ അധ്യായം ഇതോടെ അവസാനിക്കുകയാണ്. നമ്മൾ ട്രയോയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. കൽക്കേറിയ പറഞ്ഞു, ലൈക്കോപോഡിയം പറഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് സൾഫർ, കിങ് ഓഫ് ആൻറ്റിസോറിക്സ് എന്ന് പറയുന്ന സൾഫറിനെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അപ്പോൾ